ഹലോ ഹായ് മക്കളെ. അങ്ങനെ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 2021 മുതൽ 2025 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ഭാഗങ്ങളിൽ നിന്നായിട്ട് 60 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും എന്ന കാര്യം. നമ്മൾ ഇന്ന് 61ാമത്തെ ചോദ്യം മുതലാണ് ചെയ്തു നോക്കുന്നത്. എടാ, എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയുടെ ഏതാണ് സംഖ്യ നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ സംഖ്യ, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യ നമുക്കറിയാത്തത് കൊണ്ട് അത് എക്സ് എന്ന് എടുക്കുകയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ സംഖ്യയുടെ 8ൽ 5 ഭാഗം. അപ്പൊ സംഖ്യയുടെ 8ൽ 5 ഭാഗം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഉടെ അല്ലെങ്കിൽ ഇൻഡെ എന്ന് കേട്ടാൽ എന്ത് ചെയ്യണം? അവിടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഒരു സംഖ്യ നമുക്കറിയാത്തത് കൊണ്ട് അത് എക്സ് എന്ന് എടുക്കുന്നു. ആ സംഖ്യയുടെ 5/8 ഭാഗം, 5/8 ഭാഗം എന്ന് വെച്ചാൽ എത്രയാ? എക്സ് ഇൻറ്റു 5, എക്സ് 5 അല്ലെങ്കിൽ 5x/8 എന്നായി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ സംഖ്യയുടെ, അതേ സംഖ്യയുടെ 2/3 ഭാഗം, 3ൽ 2 ഭാഗം. ഇവിടെയും ഇവിടെ അതേ സംഖ്യയുടെ 2/3 ഭാഗമാണ്. അപ്പോൾ എക്സിൻ്റെ 2/3 ഭാഗം. ഇപ്പം എന്തായാലും അത് 2x/3 എന്നായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 5x/8 പ്ലസ് 2x/3. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 62 ആണ്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിലെ എക്സിന്റെ വില കണ്ടുപിടിക്കണം. നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ കുറെ ചെയ്തിട്ടില്ലേ? എന്ത് ചെയ്യണം? 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടലാണ്. നമുക്ക് ക്രോസ് ചെയ്യാം. 3 × 5x, 3 × 5 15 ആണ്. എക്സ് അതുപോലെ എഴുതി, നടുവിലെ ചിഹ്നം പ്ലസ്. ഇനിയോ 2x-ഉം 8-ഉം തമ്മിൽ ക്രോസ് ചെയ്യുന്നു. 2 × 8 അത് 16 ആണ്. എക്സ് അതുപോലെ എഴുതി. ബൈ താഴെയുള്ളവരെ തമ്മിൽ ഗുണിക്കുന്നു. 3 × 8 24 സമം 62. ഇത് ചെയ്താൽ എന്ത് കിട്ടും? 15 എക്സുകളും 16 എക്സുകളും തമ്മിൽ കൂട്ടിയാൽ 31x ആണ്. 31x/24 എന്ന് പറയുന്നത് 62-ന് തുല്യമായി. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ ഞാൻ ഇനി മുകളിൽ എഴുതിയത് മായ്ക്കട്ടെ. ഈ സംഖ്യയുടെ 5/8 ഭാഗം ഇതൊക്കെ ഒന്ന് മായ്ക്കുകയാണേ. അപ്പൊ നമ്മൾ എവിടെ എത്തി? 31x/24 എന്ന് പറയുന്നത് 62-ന് തുല്യമാണെന്ന് കണ്ടുപിടിച്ചു. എങ്കിൽ 31 എക്സുകൾ എത്രയാ? എടാ, ഇവിടെ ഹരണം 24. നമ്മൾ അതിനപ്പുറത്തേക്ക് തട്ടിയാൽ അതെന്താകും? അത് നേരെ ഓപ്പോസിറ്റ് ആകും, ഗുണനാകും. പക്ഷെ ഇപ്പുറത്ത് ഒരാളുണ്ട്, അയാളെ മറക്കരുത്. അതാരാ? 62 അവിടെയുണ്ട്. അയാൾ അവിടെ ഇരിക്കട്ടെ. ഈ ഹരണം 24 അപ്പുറത്തേക്ക് പോകുന്നു. ഹരണം 24 അപ്പുറത്തേക്ക് പോയാൽ അത് ഗുണനം 24 ആകുന്നു. നമുക്ക് എക്സിന്റെ വിലയെ വേണ്ടു. എക്സിന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ നമ്മൾ അവരെയൊക്കെ ചവിട്ടി പുറത്താക്കണം. ഇവിടെ എക്സിന്റെ കൂടെ പറ്റി ചേർന്നിരിക്കുന്ന ഒരാളെ കണ്ടില്ലേ? ഗുണനം 31. നമ്മൾ അയാളെയും പുറത്താക്കും. എക്സ് മാത്രം മതി അവിടെ. ഓക്കെ. അപ്പൊ അപ്പുറത്തെ സൈഡിൽ ആരുണ്ട്? 62 × 24 അവിടെ ഉണ്ട്. അയാൾ അവിടെ ഇരിക്കട്ടെ. ഗുണനം 31 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഹരണം 31 ആകുന്നു. വെട്ടിച്ചെറുതാക്കാനുണ്ടോ എന്ന് നോക്കുമ്പോൾ എടാ, നിങ്ങൾക്കറിയാം ഈ മുകളിലിരിക്കുന്ന 62 എന്ന് പറയുന്നത് താഴെ ഇരിക്കുന്ന 31ന്റെ ഇരട്ടിയല്ലേ? അല്ലേ? ഡബിളാണ്. അപ്പം 62-ൽ 2 31-കളുണ്ട്. അപ്പൊ എക്സിന്റെ വില എന്താ? 2 × 24 എന്ന് കിട്ടി. അതായത് 24ന്റെ ഇരട്ടിയാണ് എക്സ്. എത്ര 24ന്റെ ഇരട്ടി? അത് 48 ആണ്. ഉത്തരം 48. ആ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. 48. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അങ്ങനെ 62ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 62ാമത്തെ ചോദ്യം ചുമ്മാ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടുന്ന ടൈപ്പാണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചേ. ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിന്റെ 4ൽ 3 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്ററായി. എങ്കിൽ ആ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ അതിന്റെ ഫുൾ കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ആ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ ആകെ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിന്റെ ആകെ ശേഷി
ആകെ കപ്പാസിറ്റി ആകെ 4 ഭാഗങ്ങളാക്കി മുറിക്കുന്നു. ഓക്കെ, അതിൽ 3 ഭാഗം വെള്ളം നിറച്ചപ്പോൾ, ഇത്രയും ഭാഗം വെള്ളം നിറച്ചപ്പോൾ എന്തായി? 1.5 ലിറ്ററായി. അപ്പൊ 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ. അതിനർത്ഥം ഒരു ഭാഗം എത്രയായിരിക്കും? എടാ 3 ഭാഗങ്ങൾ 1.5 ലിറ്റർ ആണെങ്കിൽ ഒരു ഭാഗം എത്ര? 1/2 ലിറ്റർ അല്ലേ? അര, വീണ്ടും ഒരു അര ചേർന്നപ്പോൾ 1, വീണ്ടും ഒരു അര ചേർന്നപ്പോൾ 1.5. ഇങ്ങനെയല്ലടാ ആ 3 ഭാഗങ്ങൾ 1.5 ആയത്. ഇല്ലെങ്കിൽ 1.5നെ 3 കൊണ്ട് ഹരിക്കുക. 1.5നെ 3 ഭാഗങ്ങളാക്കിയാൽ അപ്പോഴും കിട്ടുന്നത് 1/2 ലിറ്റർ. 1/2 ലിറ്റർ എന്നായിരിക്കും. 1/2 ലിറ്റർ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ, പാത്രം നിറയണമെങ്കിൽ ഇനി എന്തും കൂടി വേണം? ഈ ഒരു ഭാഗം കൂടി നിറയണം. അപ്പൊ ഒരു ഭാഗം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? അത് 1/2 ലിറ്റർ ആണ്. ഈ 1/2 ലിറ്ററും കൂടി ഇവിടേക്ക് ചേർത്താൽ എത്രയാടാ? 3/4 ഭാഗം 1.5 ലിറ്റർ ആണ്. 1/2 ലിറ്റർ കൂടി ചേർത്തു. അപ്പോ ടോട്ടൽ എത്രയായി? ടോട്ടൽ എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ലിറ്റർ വെള്ളം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 62ാമത്തെ ചോദ്യം ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, നമ്മളങ്ങനെ 63ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം എങ്ങനെയാണ്? 6 ലിറ്റർ പാൽ അത് 8 കുപ്പികളിലായി വീതിച്ചു. എങ്ങനെ? തുല്യമായി വീതിച്ചു. എന്നിട്ടോ അതിൽ നിന്ന് ഒരു കുപ്പിയിലെ പാലെടുത്ത് അതിൻ്റെ 2/3 ഭാഗം ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി. എങ്കിൽ ചായക്ക് ഉപയോഗിച്ചത് എത്ര ലിറ്റർ പാലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്ന കോഡൊക്കെ ഒന്ന് വെച്ച് ചെയ്ത് നോക്കിക്കേ. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചോദ്യം ആദ്യം മനസ്സിരുത്തി വായിക്കണം. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത് എന്ത് ചെയ്താലാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതിന്റെ ക്ലൂ ഈ ചോദ്യത്തിൽ തന്നെയുണ്ട്. അതൊന്ന് ഡീകോഡ് ചെയ്താൽ മതി. എന്താ പറഞ്ഞിരിക്കുന്നത്? 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചു. ഞാൻ എന്താ പറഞ്ഞേ? വീതിക്കുക അല്ലെങ്കിൽ ഭാഗിക്കുക എന്ന് കണ്ടാൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഹരിക്കണം. എന്താ ഹരിക്കുക? 6 ലിറ്റർ പാൽ. 6 ലിറ്റർ പാലാണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത്. അതാണ് ഭാഗം വെച്ച് കൊടുക്കേണ്ടത്. എത്ര പേർക്ക് എത്ര പീസായി മുറിക്കണം? അത് 8 ഭാഗങ്ങളാക്കണം. 8 പീസാക്കണം. 8ആയി ഛേദിക്കണം. ഛേദിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഭിന്നസംഖ്യയുടെ താഴെ കിടക്കുന്ന ആളെ നമ്മൾ ഛേദം എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് കിട്ടിയല്ലോ. അപ്പൊ ആകെ നമ്മുടെ കയ്യിൽ 6 ലിറ്റർ പാലുണ്ട്. അത് 8 കുപ്പികളിലേക്ക് ഭാഗിക്കണം. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ടെന്ന് കിട്ടും. അപ്പൊ ഈ 6/8 നമുക്ക് ചെറുതാക്കാലോടാ. ഈ 6ഉം 8ഉം ഇരട്ട സംഖ്യകളാണ്. അപ്പൊ 6ൽ എത്ര രണ്ടുകൾ? 3 രണ്ടുകൾ. 8ൽ 4 രണ്ടുകൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓരോ കുപ്പിയിലും 3/4 ലിറ്റർ പാലുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നിന്ന് ഒരു കുപ്പി എടുത്തു. അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയുണ്ട് നമ്മൾ കണ്ടുപിടിച്ചേ? 3/4 ലിറ്റർ പാലുണ്ട്. അപ്പോൾ ഒരു കുപ്പിയിലെ പാലിൻ്റെ, അതാണ് അടുത്ത ക്ലൂ. ആ പാലിൻ്റെ, ഒരു കുപ്പിയിലുള്ള പാല് നമ്മൾ കണ്ടുപിടിച്ചു 3/4. അത് എഴുതി. അതിൻ്റെ അല്ലെങ്കിൽ ഉടേ എന്ന് കണ്ടാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ ഗുണിക്കണം. എന്താ ഗുണിക്കേണ്ടത്? ദേ തൊട്ടടുത്ത് കിടക്കുന്നു. 2/3 ഭാഗം. ഈ 3/4ന്റെ 2/3 ഭാഗം. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്താൽ ഉത്തരായി. എടാ, വെട്ടി ചെറുതാക്കാനുള്ളതൊക്കെ വെട്ടി ചെറുതാക്കുക. ദേ മുകളിൽ ഒരു 3 കിടക്കുന്നു, താഴെ ഒരു 3 കിടക്കുന്നു. കട്ട്കരോ. മുകളിൽ ഒരു 2 കിടക്കുന്നു, താഴെ ഒരു 4 കിടക്കുന്നു. ചെറുതാക്കാം. 4ൽ എത്ര രണ്ടുകൾ? 2 രണ്ടുകൾ. മുകളിൽ ഇനി 1 മാത്രം, താഴെ 2 മാത്രം. അങ്ങനെ നമുക്ക് മനസ്സിലായി 1/2 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കിയത്? ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? 1/2 ലിറ്റർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെ 64ാമത്തെ ചോദ്യം. ഇതും ലോജിക്ക് വെച്ച് ചെയ്യാവുന്ന ചോദ്യമേ ഉള്ളൂ. ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിക്കൽ മാത്രമേ നമ്മൾ ചെയ്യേണ്ട പരിപാടിയുള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? 6 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിന്റെ
3/5 ഭാഗം അഥവാ 5/3 ഭാഗം നിറഞ്ഞു. ഇനി ആ ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് കൂടി വേണം? എത്ര മിനിറ്റ് കൂടി വേണം? ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ചിത്രീകരിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉത്തരായി. ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനെ എത്ര പീസാക്കി മുറിച്ചിരിക്കുന്നത്? ആകെ 5 ഭാഗങ്ങളാക്കി മുറിച്ചിരിക്കുന്നത്. ഓക്കെ, 5 ഭാഗങ്ങളാക്കി മുറിച്ചു. അതിൽ 3 ഭാഗങ്ങൾ നിറയാൻ 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം. ഈ 3 ഭാഗങ്ങൾ നിറയാൻ എത്ര സമയം എടുത്തടാ? ഈ 3 ഭാഗങ്ങളും നിറയാൻ എടുത്ത സമയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 6 മിനിറ്റ്. 6 മിനിറ്റ് ടൈം എടുത്തു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെടാ, ഇതിൽ 1 ഭാഗം നിറയാൻ എത്ര ടൈം എടുത്തു? 1 ഭാഗം നിറയാൻ എത്ര ടൈം എടുത്തു? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആകെ എടുത്ത സമയത്തെ എത്ര ഭാഗങ്ങളുണ്ടോ അത്രയും ഭാഗം കൊണ്ട് ഹരിക്കാം. 6 മിനിറ്റ് ആണ് ഇവിടെ എടുത്ത സമയം. അതിനെ ആകെ ഭാഗങ്ങളായ 3 കൊണ്ട് ഹരിച്ചാൽ 1 ഭാഗത്തിൽ എടുത്ത സമയം കിട്ടും. 2 മിനിറ്റ് എന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ പോരെ, 3 ഭാഗങ്ങൾക്ക് 6 മിനിറ്റ് ആണെങ്കിൽ 1 ഭാഗം കിട്ടിയില്ലേ? 2 മിനിറ്റ്. 1 ഭാഗം നിറയാൻ 2 മിനിറ്റ്, 2 ഭാഗം നിറയാൻ വീണ്ടും 2 മിനിറ്റ്, അപ്പൊ 4 മിനിറ്റായി. 3-ാമത്തെ ഭാഗം നിറയാൻ വീണ്ടും ഒരു 2 മിനിറ്റ്. അങ്ങനെ 6 മിനിറ്റ് സമയം എടുത്തു 3 ഭാഗങ്ങൾ നിറയാൻ. ഇനി എന്താടാ പറഞ്ഞിരിക്കുന്നത്? ഈ ടാങ്ക് മുഴുവൻ നിറയാൻ, ഈ ടാങ്ക് മുഴുവൻ നിറയാൻ ഇനി എത്ര മിനിറ്റ് കൂടി വേണം? ഇനി എത്ര മിനിറ്റ് കൂടി വേണം? എത്ര വേണം? നിങ്ങൾ പറഞ്ഞേ. ഇനി എത്ര ഭാഗങ്ങളുണ്ട്? 2 ഭാഗങ്ങളുണ്ട് അല്ലേ? ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഒരു ഭാഗം. 1 ഭാഗം നിറയാൻ 2 മിനിറ്റ് ആണ്. അപ്പൊ 2 ഭാഗങ്ങൾ നിറയാൻ എത്ര മിനിറ്റ്? 2ഉം 2ഉം ചേർത്താൽ കിട്ടുന്ന 4 മിനിറ്റ് ആണ് നമ്മുടെ ഉത്തരം. 4 മിനിറ്റ് ആണ് നമ്മുടെ ഉത്തരം. ഈ ടാങ്ക് നിറയാനെടുത്ത ആകെ സമയം എന്ന് ചോദിച്ചാലോ? ഈ ടാങ്ക് നിറയാനെടുത്ത ആകെ സമയം എത്രയായിരിക്കും? അപ്പോ 3 ഭാഗങ്ങൾ നിറയാൻ 6 മിനിറ്റ്, ബാക്കിയുള്ള 2 ഭാഗങ്ങൾ നിറയാൻ 4 മിനിറ്റ്. അപ്പൊ ടോട്ടൽ എത്ര മിനിറ്റ് ആയി? ടോട്ടൽ ഈ 6ഉം ഈ 4ഉം കൂട്ടി നമുക്ക് 10 മിനിറ്റ് സമയം എടുത്തു എന്ന് പറയാം. ഇതൊക്കെ ചുമ്മാ ചിന്തിച്ചാ പോരെ? നമുക്കിങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കിന്റെ ഇക്വേഷൻ ഒന്നും വെച്ച് ചെയ്യണ്ടല്ലോ. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇനിയും അറിയാൻ എത്ര മിനിറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരം 4 മിനിറ്റ് ആണ് ശരി ഉത്തരം. വീണ്ടും അടുത്തൊരു ചോദ്യം, 65-ാമത്തെ ചോദ്യം. നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് ചെയ്യാവുന്ന ചോദ്യമുള്ളൂ. എങ്കിലും ഞാൻ 2 തരത്തിൽ ഇത് ചെയ്ത് കാണിക്കാം. ചില ആളുകൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ആദ്യം ചോദ്യം ഒന്നും മനസ്സിരുത്തി വായിച്ചേ. 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര, അതിൻ്റെ പേര് AB. ആ വരയുടെ 2/3 ഭാഗം ആകുന്ന വിധത്തിൽ C അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ ആ AC-യുടെ 1/2 ഭാഗം ആകുന്ന വിധത്തിൽ D എന്ന് പറയുന്ന ഒരു പോയിന്റും അടയാളപ്പെടുത്തിയിരിക്കുന്നു. എങ്കിൽ AB-യുടെ എത്ര ഭാഗമാണ് AD എന്ന് കണ്ടുപിടിക്കണം. നമുക്കെന്നാ നോക്കല്ലേ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ചിത്രം പോലെ വരച്ചാലോ? ഓക്കെ, ആദ്യം നമുക്ക് വരയ്ക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വര AB, എന്നിട്ടോ അതിനെ 3 തുല്യഭാഗങ്ങളാക്കിയാൽ അതിലെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രടാ? 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം. അതിൽ 2 ഭാഗം മതി. അപ്പൊ ഇവിടെ അപ്പോഴല്ലേ 2 ഭാഗങ്ങളാക്കുക. അവിടെ എന്തായിരിക്കുന്നു? C അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, AB എന്ന് പറയുന്ന വലിയ വരയുടെ 3 ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളാകുന്ന വിധത്തിൽ C അടയാളപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ സിയുടെ പോയിന്റ് ഇതേ ഏകദേശം ഇവിടെ വരും. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? AC-യുടെ എന്താ AC? ഈ വര, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വര. ഈ AC-യുടെ 2/1 ഭാഗം എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും അല്ലേ? ഇവിടെ വരും. അവിടെ എന്താ അടയാളപ്പെടുത്തിയിരിക്കുന്നു? D അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്താ ചോദ്യം? AB-യുടെ ഈ വലിയ വരയുടെ എത്ര ഭാഗമാണ് ഈ ചെറിയ വര, AD എന്ന് പറയുന്ന ഈ ചെറിയ വര? ഇതെങ്ങനെ കണ്ടുപിടിക്കും? 2 തരത്തിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഒന്ന് ലോജിക്ക് വെച്ച് ചെയ്യാം.
എടാ ഈ വലിയ വര എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിരിക്കുന്നു. 15 സെന്റിമീറ്റർ ആണ്. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കി നമ്മൾ ആദ്യം. അപ്പോൾ ഓരോ ഭാഗങ്ങളും എത്ര സെന്റിമീറ്റർ വരും? ആകെ 15 സെന്റിമീറ്റർ. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം എത്ര? 15നെ 3 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ ആലോചിക്കാം. 15നെ 3 കൊണ്ട് ഹരിച്ചാലും 15നെ 3 തുല്യ ഭാഗങ്ങളാക്കിയാലും നമുക്ക് കിട്ടും ഒരു ഭാഗം എന്ന് പറയുന്നത് അത് 5 സെന്റിമീറ്റർ ആണ് അല്ലേ? ഓരോ ഭാഗങ്ങളും 5 സെന്റിമീറ്റർ ആണ്. കിട്ടി അല്ലേ? ഇനി നിങ്ങളൊന്ന് പറഞ്ഞടാ, എ ബിയുടെ നീളം ഈ 3 അഞ്ചുകൾ ചേരുന്നതാണ്, അതായത് 15 സെന്റിമീറ്റർ ആണ്. എങ്കിൽ എ സിയുടെ നീളം എത്ര? എ സിയുടെ നീളം എത്രയാ? 2 അഞ്ചുകൾ ചേരുന്നതല്ലേ? 2 അഞ്ചുകൾ അല്ലെ? 2 ഭാഗമേ ഉള്ളൂ എ സിക്ക്. അപ്പോൾ 10 സെന്റിമീറ്റർ. എ ഡിയുടെ നീളോ? എ ഡിയുടെ നീളോ 5 സെന്റിമീറ്റർ അല്ലേ? ഒരു ഭാഗമേ ഉള്ളൂ അവിടെ, 5 സെന്റിമീറ്റർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? അപ്പോൾ വലുത് ഏതാ? വലുത് ഇവിടെ എ ബി ആണ്. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? ഓക്കെ, എത്ര എ ഡി എ ബിയിലുണ്ട്? എ ബിയിൽ എത്ര എ ഡി? ഇത് ചെയ്താൽ നമുക്ക് കിട്ടും. എ ഡി എന്ന് പറയുന്നത് 5, എ ബി എന്ന് പറയുന്നത് 15. ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 5, 15, 5 കൊണ്ട് ചെറുതാക്കാം. 5ൽ 1 5, 15ൽ 3 5. അപ്പൊ ഈ എ ഡി എന്ന് പറയുന്ന കുഞ്ഞ് വര എ ബി എന്ന് പറയുന്ന ഈ വലിയ വരയുടെ 3ൽ 1 ഭാഗമാണ് എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. ഓക്കെ, 3ൽ 1 ഭാഗം, അത് ഓപ്ഷൻ ബി ആണ്. ഇനി ചിലവർക്ക് ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും കൂടി ചെയ്യാം. ഈ ചിത്രം ഇവിടെ കടന്നോട്ടെ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? എ ബിയുടെ 2/3 ഭാഗമാണ് എന്ത്? എ സി എന്ന് വെച്ചാൽ എ ബി എത്ര? എ ബി 15 സെന്റിമീറ്റർ ആണ്. ഉടേ എന്ന് കണ്ടാൽ ഗുണിക്കണം. ആരെ? 2/3നെ ഗുണിച്ചാൽ എന്ത് കിട്ടൂടാ? 3ഉം 15ഉം വെട്ടിക്കളയാം. 15ൽ എത്ര 3കൾ? 5 3കൾ. 5 ഗുണം 2 10. അപ്പൊ 10 സെന്റിമീറ്റർ ആണ് എന്ത്? എ സി എന്ന് പറയുന്ന ഈ വരയുടെ നീളം. എങ്കിൽ നമുക്ക് അടുത്തത് കാണാം, എ ഡിയുടെ നീളം. എ ഡി എന്താണ്? എ ഡി എന്ന് പറയുന്നത് എ സിയുടെ അല്ലെ? എ സിയുടെ 1/2 ഭാഗമാണ് എന്ത്? എ സിയുടെ 1/2 ഭാഗമാണ് എ ഡി. അപ്പൊ എ സിയുടെ നീളം നമ്മളിവിടെ കണ്ടുപിടിച്ചു, അത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10ന്റെ 1/2 ഭാഗം. 10ൽ എത്ര 2കൾ? 5 2കൾ. അപ്പൊ 5 സെന്റിമീറ്റർ ആണ് എ സിയുടെ നീളം കിട്ടുക. 5 സെന്റിമീറ്റർ ആണ് എ സിയുടെ നീളം കിട്ടുക. ഇത്രയും ക്ലിയർ ആയാലോ? എങ്കിൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? എ ഡിയുടെ എത്ര ഭാഗം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. എ ബി ആണ് ഇവിടെ വലുത്. താഴെ എഴുതി എന്ത് വെച്ച് കമ്പയർ ചെയ്യണം? എ ഡിനെ വെച്ച് കമ്പയർ ചെയ്യണം. അപ്പൊ എ ഡി ബൈ എ ബി എന്ന് പറയുന്നത് എത്രയെന്ന് നോക്കി. എ ഡി 5 സെന്റിമീറ്റർ ആണ്, എ ബി 15 സെന്റിമീറ്റർ ആണ്. ചെറുതാക്കിയാൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ 1/3 ഭാഗം എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇക്വേഷൻ നിർബന്ധമുള്ളവർക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. അതല്ല, ലോജിക്ക് വെച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയും എന്ന് ഉറപ്പുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡും സ്വീകരിക്കാം. 2 വഴികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി എടുക്കാം, സക്സസ് ആവാം. മക്കളെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? സമീറ എന്ന് പറയുന്ന ഒരു കുട്ടി 3.5 കിലോ ആപ്പിളും 4.25 കിലോ ഓറഞ്ചും വാങ്ങി. എങ്കിൽ അവൾ വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം എത്ര? ഇത്ര സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മളൊക്കെ കടയിൽ ഡെയിലി പോകുന്ന ആളുകളല്ലേ, അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഉത്തരമൊക്കെ എല്ലാവർക്കും കിട്ടും. എന്താ വാങ്ങിയിരിക്കുന്നത്? ആപ്പിൾ എത്ര വാങ്ങിയത്? 3.5 കിലോ. 3.5 കിലോ. ഓറഞ്ചോ?
ഓറഞ്ച് 4.25 കിലോ. എങ്കിൽ ആകെ ഭാരം ഈ ആപ്പിളിൻ്റെ വെയിറ്റും ഓറഞ്ചിൻ്റെ വെയിറ്റും കൂട്ടിയാൽ കിട്ടുന്നതല്ലേ. ആപ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3.5 കിലോയാണ്. അതിൻ്റെ കൂടെ ഓറഞ്ചിൻ്റെ വെയിറ്റായ 4.25 കിലോ കൂട്ടിയാൽ എന്താണോ കിട്ടുക അതാണ് ഇതിൻ്റെ ഉത്തരം. നോക്കൂ, രണ്ട് മിശ്ര ഭിന്നങ്ങളാണ്, മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഈ പൂർണ്ണസംഖ്യകൾ ആദ്യം അങ്ങോട്ട് കൂട്ടാം. 4 3 കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 7 പ്ലസ് ഒരു 1/2 കിലോയും ഒരു 3/4 കിലോയും 3/4 കിലോയും 1/2 കിലോയും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? അവിടെ 1.25 കിലോ എന്ന് കിട്ടും അല്ലേ. 3/4 1/2 കൂടി ചേർന്നാൽ 1.25 ഓക്കെ. വീണ്ടും ഒരു പൂർണ്ണസംഖ്യ വന്നിരിക്കുന്നു, അതിനെ നമുക്ക് 7ന്റെ കൂടെ ചേർക്കാം. അപ്പൊ 7ഉം 1ഉം കൂടി കൂട്ടിയാൽ 8, ബാക്കി ആര്? 1/4. അപ്പൊ ടോട്ടൽ കിലോ എത്ര എന്ന് ചോദിച്ചാൽ 8.25 കിലോയാണ് ആരുടെ കയ്യിലുള്ളത്? സമീറയുടെ കയ്യിലുള്ളത്. സമീറയുടെ കയ്യിലുള്ള ആകെ ഭാരം 8.25. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 67ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യമാണ്. ഞാനിത് വേണമെങ്കിൽ സ്പീഡിൽ നമുക്കിത് ചെയ്യാം. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ ഭാഗിച്ചു. അപ്പോൾ 3/4 കിട്ടി. 3/4 ഒരു കുപ്പിയിലുള്ള അളവ്. ആ ഒരു കുപ്പിയിൽ നിന്നും എന്ത് ചെയ്തു? അതിൻ്റെ 2/3 ഭാഗങ്ങൾ എടുത്തു. ഈ 3 3 ക്യാൻസലായി, 2ഉം 4ഉം ചെറുതായി, 2 അങ്ങനെ 1/2 ലിറ്റർ പാലാണ് ചായക്ക് ഉപയോഗിച്ചത് എന്ന് കിട്ടി. ഇതേ സെയിം ചോദ്യം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ 67ാമത്തെ ചോദ്യം മനസ്സിലായില്ല എന്നുള്ളവർ ഇതിൻ്റെ മുന്നത്തെ ചോദ്യം കണ്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. 68ാമത്തെ ചോദ്യം എങ്ങനെയാണടാ? 8.25 ലിറ്റർ പാൽ 3/4 ലിറ്ററിൻ്റെ കുപ്പികളിലേക്ക് ആക്കിയാൽ ആകെ എത്ര കുപ്പികൾ ഉണ്ടാകും? കുപ്പിക്കണക്കാണ് ചോദ്യം, കുപ്പിക്കണക്ക്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് ഡീകോഡ് ചെയ്യാം. ആകെ എത്ര ലിറ്റർ പാലുണ്ട്? ആകെ 8.25 ലിറ്റർ പാലുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യണം? 3/4 ലിറ്ററിൻ്റെ കുപ്പികളിലേക്ക് ഭാഗിക്കണം, വീതിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട പരിപാടി? ഭാഗിക്കുക, വീതിക്കുക എന്ന് കണ്ടാൽ അത് ഹരിക്കലാണ് അല്ലേ. ഇവിടെ ചെയ്യുന്ന പരിപാടി ആകെ 8.25 ലിറ്റർ പാലുണ്ട്, അത് 3/4 ലിറ്ററിൻ്റെ കുപ്പികളിലേക്ക് മാറ്റി 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 വീതിച്ച് കൊടുക്കണം അല്ലേ. അപ്പോൾ അവിടെ ഹരിക്കണം. എന്തുകൊണ്ട്? ഈ 3/4 കൊണ്ട് ഹരിക്കണം, 3/4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ എളുപ്പത്തിന് 8.25 എന്ന് പറയുന്ന മിശ്ര ഭിന്നത്തിനെ നമുക്കൊരു സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റുക? ആ വലിയ പൂർണ്ണസംഖ്യേനെ താഴെ കിടക്കുന്ന ഛേദം കൊണ്ട് നമ്മൾ ആദ്യം ഗുണിക്കും. എന്നിട്ടോ കിട്ടുന്ന ഉത്തരത്തിനെ മുകളിൽ കിടക്കുന്ന ആളെ കൊണ്ട് കൂട്ടും. അപ്പൊ 8 × 4 32 1 കൂട്ടി കൂട്ടിയാൽ 33 എന്ന് കിട്ടും. ഇവിടെ താഴെ കിടക്കുന്ന ആൾ ആരാണോ അത് തന്നെ ഇവിടെയും കിടക്കും. 33/4 എന്ന് കിട്ടി. ബൈ അടുത്ത ആളാരാ? 3/4. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ 4 4 വെട്ടിക്കളയാം, 33 3 തമ്മിൽ ചെറുതാക്കാം. അപ്പൊ ഇനി കൺഫ്യൂഷൻ ആകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പകരം ഇവിടെ 2 ഭിന്നസംഖ്യകളെയാണ് ഹരിക്കുന്നത്. 33/4 3/4. 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ ഭിന്നസംഖ്യയെ അതുപോലെ എഴുതണം. പിന്നെയോ അതിൻ്റെ താഴെ കിടക്കുന്ന രണ്ടാമത്തെ ഭിന്നസംഖ്യ 3/4 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ വിൽ ക്രമം എടുത്തിട്ട് വേണം ഗുണിക്കാൻ. ഇനി ഹരിക്കലില്ല, ഗുണിക്കൽ. ആരെ? 3/4ന്റെ റെസിപ്രോക്കൽ, വിൽ ക്രമം. തലകുത്തനെ നിൽക്കുന്ന ആള് 3/4 തിരിച്ചിട്ടാൽ താഴെ കിടക്കുന്ന 4 മുകളിൽ വരും. ഇവിടെ മുകളിൽ കിടക്കുന്ന 3 താഴെ വരും. ഇനി ചെറുതാക്കിയാൽ പോരെ? ഈ 4ഉം ഈ 4ഉം ക്യാൻസലായി പോകും. ഈ 33ൽ എത്ര 3കൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും 11 ഉത്തരമെന്ന്. ഇനി ആരെ അവശേഷിക്കുന്നുള്ളൂ? 11 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 11 കുപ്പികൾ വേണം. 11 കുപ്പികൾ വേണം. ഈ 8.25 ലിറ്റർ പാൽ 3/4 ലിറ്ററിന്റെ കുപ്പികളിലേക്ക് മാറ്റിയാൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. മക്കളെ, അങ്ങനെ അടുത്ത ചോദ്യം ഇതാണ്. ഒരു സംഖ്യ അതിൻ്റെ 5ൽ 3 ഭാഗം, ഇവര് തമ്മിലുള്ള വ്യത്യാസം 50 ആണെന്ന് തന്നിരിക്കുന്നു. എങ്കിൽ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു
ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ കണക്കിൻ്റെ ഭാഷയിലേക്ക് മാറ്റണം. എന്താണ് സംഖ്യ? സംഖ്യ നമുക്കറിയില്ല. ഇപ്പൊ സംഖ്യ അറിയാത്തത് കൊണ്ട് അറിയാത്ത സാധനത്തിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഒരു സംഖ്യയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുണിക്കണം. ഉഡേ ഇൻഡേ എന്നൊക്കെ കണ്ടാൽ അവിടെ ഗുണിക്കണം. എന്തുകൊണ്ട്? അതിന്റെ 3/5 ഭാഗം എന്ന് പറഞ്ഞു. 3/5 ഭാഗം. അപ്പോൾ എക്സ് ഇൻറ്റു 3/5 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 3x/5. ഓക്കെ, അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. അപ്പൊ സംഖ്യ എക്സ്, അതിൽ നിന്ന് സംഖ്യയുടെ 3/5 ഭാഗം കുറച്ചാൽ 50. ഓക്കെ, ഈ എക്സിന് വേണമെങ്കിൽ x/1 എന്ന് എഴുതാം, തെറ്റില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ എഴുതുന്നു. ഇനി ഇത് ക്രോസ് ചെയ്താൽ പോരെ? എക്സ് ഇൻറ്റു 5, നമുക്ക് 5x എന്ന് കിട്ടും. നടുവിലുള്ള ചിഹ്നം മൈനസ് 3x ഇൻറ്റു 1, അത് 3x ആണ്. ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 5. ഇത് 50 തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കടാ, 5x നിന്ന് 3x പോയാൽ, 5x നിന്ന് 3x പോയാൽ ബാക്കി 2xകൾ. അപ്പൊ 2x മുകളിൽ വന്നു, താഴെ ആര്? താഴെ 5 സമം 50. എങ്കിൽ 2x എന്ന് പറയുന്നത് ഈ ഹരണം 5നെ അപ്പുറത്തേക്ക് തട്ടുന്നു. അവിടെ ഓൾറെഡി 50 ഉണ്ട്. ഹരണം 5 അപ്പുറത്തേക്ക് പോയാൽ അത് ഗുണനം 5 മാറുന്നു. അപ്പൊ 2x എന്ന് പറയുന്നത് 250 എന്ന് കിട്ടും. ഓക്കെ, എങ്കിൽ 1x എത്രയാ? 250ന്റെ പകുതി അല്ലെ? ഇവിടുത്തെ ഗുണനം 2 അപ്പുറത്തേക്ക് പോകുന്നു, അത് ഹരണം 2 മാറുന്നു. അപ്പൊ 250ന്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 125 അല്ലെ? 250നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും 200ഉം 50ഉമായിട്ട്. 200ന്റെ പകുതി 100 ആണെന്നും 50ന്റെ പകുതി 25 ആണെന്നും നമുക്കറിയാം. പിന്നെ അത് ചേർത്താ പോരെ? അങ്ങനെ 100ഉം 25ഉം ചേർന്ന് 125 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. 125 ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നന്നായി പഠിക്കണം. 2024-2025 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ആകെ 51 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം 1/2 പ്ലസ് 3/16 പ്ലസ് 5/64 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. 1/2, 3/16, 5/64 ചെയ്താൽ കിട്ടുന്ന ഉത്തരം. നമുക്കിത് 2-3 തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. 2 ഭിന്നസംഖ്യകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 2 മാത്രം എടുത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അതിന്റെ ഉത്തരം എടുക്കുന്നു. മൂന്നാമത്തെ ഭിന്നസംഖ്യയുടെ കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമായിരുന്നു. ഇവിടെ നമ്മൾ അത്രയും മെനക്കെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ 2-ലധികം ഭിന്നസംഖ്യകളെയാണ് കൂട്ടാൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? നമ്മൾ ആകെ ചെയ്യുന്ന പരിപാടി ഈ 3 ഭിന്നസംഖ്യകളുടെയും ഛേദങ്ങൾ ഒരുപോലെ ആക്കണം. ഛേദങ്ങൾ ഒരുപോലെ ആക്കണം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ഛേദം അഥവാ ഡിനോമിനേറ്റർ എത്രയാണ്? അത് 2. രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ 16. മൂന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്ററോ അത് 64. അപ്പൊ ഈ 3 ഡിനോമിനേറ്ററും ഈ 3 ഛേദങ്ങളും നമ്മൾ എന്താക്കും? 3 ഛേദങ്ങളും നമ്മൾ സെയിം ആക്കും. എങ്ങനെ? അതിന്റെ ലസാഗു LCM അല്ലെങ്കിൽ ചെറു പൊതു ഗുണിതം കാണും. എങ്ങനെയാ കാണുക? നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 16, 64 എന്ന് എഴുതി പെട്ടിയൊക്കെ വരച്ച് ചെറുതാക്കി കൊണ്ടുവരാം. ഫാക്ടറൈസേഷൻ അഥവാ ഘടകക്രിയ ചെയ്തിട്ട്. അല്ലെങ്കിലോ LCM കാണാനുള്ള എളുപ്പവഴി, LCM കാണേണ്ട സംഖ്യകളിൽ ഏറ്റവും വലുതിനെടുക്കുക. ഏറ്റവും വലുത് ഇവിടെ ആരാ? 64. ആ 64 തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യകളുടെ ഗുണിതമായിട്ട് വരുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് LCM. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വലിയ സംഖ്യയുടെ രണ്ടാമത്തെ ഗുണിതം എടുക്കും. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ ഗുണിതം 64 ആണ്. രണ്ടാമത്തെ ഗുണിതം 128 അല്ലെ? 64 ഗുണം 2 128. ആ 128 വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ ആദ്യം 64 16ന്റെയും 2ന്റെയും ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. 64 16ന്റെ ഗുണിതമാണോ? ആണ് അല്ലെ? 16 ഗുണം 4 16 ഗുണം 4
എത്രയാ? 64. ഈ 64 2ന്റെ ഗുണിതമാണോ? എല്ലാ ഇരട്ട സംഖ്യകളും 2ന്റെ ഗുണിത അല്ലെ? എല്ലാ ഇരട്ട സംഖ്യകളും 2ന്റെ ഗുണിതമാണ്, 2ന്റെ ഗുണന പട്ടികയിലുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ എത്ര രണ്ടുകൾ ചേരുന്നതാണ് 64? 32 രണ്ടുകൾ ചേരുന്നതാണ് 64 അല്ലെ? അപ്പൊ 64 16ന്റെയും ഗുണിതാണ്, 2ന്റെയും ഗുണിതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2, 16, 64 എന്നതിന്റെ ചെറുപൊതു ഗുണിതം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം അത് 64 ആണ്. അപ്പൊ ഇവരുടെ എല്ലാം ഡിനോമിനേറ്റർ ഞാൻ 64ലേക്ക് എത്തിക്കുന്നു. ഓക്കെ, എല്ലാവരുടെയും ഡിനോമിനേറ്റർ 64ലേക്ക് എത്തിക്കുന്നു. ഇനി ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ അംശം എത്രയാ? 1. ആ 1 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഗുണിക്കണം. ആ 1നെ ഗുണിക്കണം. എന്തുകൊണ്ട്? ആ 1ന്റെ താഴെ കിടക്കുന്ന ആളാരാ? 2. ഈ 2 64 ആകാൻ 2നെ എത്ര കൊണ്ട് ഗുണിക്കണം? 2നെ എത്ര കൊണ്ട് ഗുണിക്കണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2നെ 32 കൊണ്ട് ഗുണിച്ചാലാണ് 64 കിട്ടുക. അപ്പൊ നമ്മൾ മുകളിലുള്ള 1നെയും 32 കൊണ്ട് ഗുണിക്കും. ഓക്കെ, നമ്മൾ അതങ്ങനെ എഴുതി. പ്ലസ് ഇനി അടുത്ത ഭിന്നസംഖ്യ ഏതാ? 3/16 ആണ്. അതിന്റെ അംശം മുകളിൽ കിടക്കുന്ന ആള് 3 അല്ലെ? മുകളിൽ കിടക്കുന്ന ആള് 3. ആ 3നെ ഗുണിക്കണം. എന്തുകൊണ്ട്? ആ 3ന്റെ താഴെ കിടക്കുന്ന ആളാരാ? 16. 16നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 64 കിട്ടുക നോക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ? 16നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 64 കിട്ടുക. അപ്പൊ എന്ത് ചെയ്യണം? താഴെ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു 64 ആക്കി. താഴെ ഗുണിച്ചാൽ മേലെയും ഗുണിക്കണം. മേലെ കിടക്കുന്ന 3നെയും നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നു. കഴിഞ്ഞില്ല, ഒരാളും കൂടി ബാക്കിയുണ്ട്. ആരുടെ ബാക്കിയുള്ളത്? 5/64 എന്ന് പറയുന്ന മൂന്നാമത്തെ ഭിന്നസംഖ്യയുണ്ട്. അതിലെ അംശം മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ അത് 5 ആണ്. ആ 5നെ ഗുണിക്കണം. ആരെ കൊണ്ട്? താഴെ കിടക്കുന്ന 64 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ അത് 64 ആകുക, അതേ സംഖ്യ കൊണ്ട് മേലെയും ഗുണിക്കണം. 64 ഏത് കൊണ്ട് ഗുണിച്ചാൽ 64 തന്നെ കിട്ടുക? നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ സംഖ്യകളെയും 1 കൊണ്ട് ഗുണിച്ചാലാണ് അതേ ഉത്തരം കിട്ടുക. അങ്ങനെയാണെങ്കിൽ 64നെയും 1 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ ഉത്തരം 64 ആയിട്ട് കിട്ടൂ അല്ലെ? അപ്പൊ നമ്മൾ മുകളിലുള്ള അംശത്തെയും 1 കൊണ്ട് ഗുണിക്കണം. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ഗുണിച്ചെഴുതാൻ പോവുക. 1 ഗുണം 32 പ്ലസ് 3 ഗുണം 4 12 പ്ലസ് 5 ഗുണം 1 5 ഓൾ ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? താഴെ കിടക്കുന്ന 64നെ വിട്ട് കളയരുത്. ഇത്രയും സെറ്റായല്ലോ. ഇനി എന്ത് ചെയ്താൽ മതിടാ? മുകളിലുള്ള ആ 3 സംഖ്യകളും കൂട്ടിയാൽ അംശമായി. 32 പ്ലസ് 12 പ്ലസ് 5 കൂട്ടിയാൽ എത്രയാ? 32 10 42 2 44 5 49/64. 49/64 ഓപ്ഷൻ ബി ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ അയാളെ അങ്ങോട്ട് കറപ്പിക്കും. അത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താ രണ്ടാമത്തെ ചോദ്യം? രണ്ടാമത്തെ ചോദ്യം ഇവിടെ പറയുന്നത് 2.5 പ്ലസ് 3 3/1 പ്ലസ് 4/4 ഇത്രയും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്ത്? നമുക്ക് വേണമെങ്കിൽ ഇത് 2-3 തരത്തിലൊക്കെ ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ച വഴിയിലൂടെ ആദ്യം ചെയ്യാം. എന്താ ആദ്യം പഠിച്ചത്? താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഛേദങ്ങളെ ഒരുപോലെയാക്കുന്നു. എങ്ങനെ? LCM കണ്ടിട്ട്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടടാ, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഭിന്നരൂപമാണോ കിടക്കുന്നത്? ആണോ? ഇവിടെ കിടക്കുന്ന ഭിന്നരൂപങ്ങളൊക്കെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നാണ്. നമ്മൾ നേരത്തെ ചെയ്തത് മുകളിലും താഴെയും മാത്രം ആളുണ്ടായിരുന്നുള്ളൂ അല്ലെ? കൂടെ ഒരു കൂട്ടാളി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ കൂടെ ഒരു കൂട്ടാളിയും ഉണ്ട്, പിന്നെ ഒരു ഭിന്നരൂപവും ഉണ്ട്. അങ്ങനെ ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നരൂപവും മിക്സ് ആയി വന്നതുകൊണ്ട്, മിശ്രമായി കിടക്കുന്നത് കൊണ്ട് നമ്മൾ അവരെ മിശ്രഭിന്നമെന്നോ മിക്സഡ് ഫ്രാക്ഷൻ എന്നോ വിളിക്കുന്നു. 2.5 കൂട്ടണം 3 3/1 കൂട്ടണം 4/4. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരെയൊക്കെ സാധാരണ ഭിന്നരൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെയാ സാധാരണ ഭിന്നരൂപത്തിലേക്ക് മാറ്റുക? ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നരൂപവും ഉണ്ടെങ്കിൽ, ഒരു പൂർണ്ണസംഖ്യ ഞാനതിനെ K എന്ന് എടുക്കുന്നു, ഒരു കോൺസ്റ്റന്റ് K എന്ന് എടുക്കുന്നു.
ഭിന്നരൂപം a/b എന്ന രൂപത്തിൽ കിടക്കുന്ന ഒരു ഭിന്നരൂപം കൂടി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സാധാരണ ഭിന്നരൂപത്തിലേക്ക് എങ്ങനെ മാറ്റൂടാ? ആ പൂർണ്ണസംഖ്യയെ, ഇവിടെ ആരാ പൂർണ്ണസംഖ്യ? k ആണ്. ആ പൂർണ്ണസംഖ്യയെ താഴെ കിടക്കുന്ന ഛേദം കൊണ്ട് ഗുണിക്കും. താഴെ കിടക്കുന്ന ഛേദം ആരാ? അത് b ആണ്. ഓക്കെ, അപ്പൊ k യെ b യെ കൊണ്ട് ഗുണിക്കുന്നു, താഴെ കിടക്കുന്ന b യെ കൊണ്ട് ഗുണിക്കുന്നു. എന്നിട്ടോ ആ കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ അംശമായി കിടക്കുന്ന, മുകളിൽ കിടക്കുന്ന, ന്യൂമറേറ്ററായി കിടക്കുന്ന ആളെ കൂട്ടും. ഓക്കെ, അപ്പൊ ഇവരെ തമ്മിൽ നമ്മൾ ഗുണിക്കുന്നു, പിന്നെ കൂട്ടുന്നു. ആദ്യം ഗുണിക്കുന്നു, പിന്നെ കൂട്ടുന്നു. ഈ കാര്യം മറക്കരുത്. എങ്കിൽ 2.5 നമ്മൾ ഇതേപോലെ ഭിന്നരൂപത്തിലേക്ക് മാറ്റിയാൽ ഇവിടെ ആരാ പൂർണ്ണസംഖ്യ? കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പൂർണ്ണസംഖ്യ ആരാ? 2 അല്ലെ? 2.5 നമ്മൾ മാറ്റിയാൽ എന്താ കൂടാ? നമ്മൾ ആദ്യം ഗുണിക്കുന്നു, പൂർണ്ണസംഖ്യയും താഴെ കിടക്കുന്ന ആളെയും തമ്മിൽ ഗുണിക്കുന്നു. 2 ഗുണിച്ചാൽ 4. ആദ്യം ഗുണിച്ചു, പിന്നെ കൂട്ടുന്നു. 4 1 കൂടി കൂട്ടിയാൽ 5. അപ്പൊ 5/2 എന്ന് നമുക്ക് എഴുതാം. നമുക്കറിയാം 5/2 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതി അത് 2.5 ഓക്കെ, അപ്പൊ 2.5ക്ക് പകരം ഞാനിനി 5/2 എന്ന് എഴുതി. പ്ലസ് ഇനി 3 3 ഇങ്ങനെ ചെയ്യും. ആദ്യം ഗുണിക്കുന്നു, 3 ഗുണിച്ചാൽ 9, പിന്നെ കൂട്ടുന്നു. 9ഉം മുകളിൽ കിടക്കുന്ന 1 കൂടി കൂട്ടിയാൽ 10 ഇവിടെ ആരാണോ താഴെ അത് അതേപോലെ അപ്പുറത്തും കൊണ്ടുപോയി താഴെ ഇടുക. ഇവിടെ 3 താഴെ കിടക്കുന്നത്, അപ്പുറത്ത് 3 ഇടുക. അപ്പൊ 10/3 എന്നായി. അപ്പൊ 3 3 എനിക്ക് എങ്ങനെ എഴുതാം? 10/3 എന്ന് എഴുതാം. പ്ലസ് ഇനി 4 ഇവിടെ ഏതാ അല്ലെ? 4 4 അല്ലെങ്കിൽ 4/4. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഗുണിക്കുന്നു, 4 ഗുണിച്ചാൽ 16. കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ മുകളിൽ കിടക്കുന്ന 1 കൂട്ടുന്നു. 16 1 കൂടി കൂട്ടിയാൽ 17. ഇവിടെ ആരാണോ താഴെ കിടക്കുന്നത് അയാൾ അതേപോലെ പിടിച്ച് അപ്പുറത്തും താഴെ ഇടുക. ഇവിടെ 4 കിടക്കുന്നേ, അപ്പൊ അപ്പുറത്തും ആരാടാ കിടക്കുക? അത് 4 തന്നെയായിരിക്കും. അപ്പൊ 4/4 എന്ന് പറയുന്നത് 17/4 എന്ന് എഴുതാം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? 2 3 4 LCM എടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ശരിയായ വഴി. 2ന്റെയും 3ന്റെയും 4ന്റെയും ചെറു പൊതു ഗുണിതം കാണുന്നു, ലസാഗു കാണുന്നു. എങ്ങനെ കാണുക? ഈ 2 3 4 ഇതിൽ ഏറ്റവും വലുതിനെ പിടിക്കും. ആരാ ഏറ്റവും വലുത്? 4 തൊട്ടടുത്ത് കിടക്കുന്ന ആള് 3. ആ 3ന്റെ ഗുണിതാണോ? 3ന്റെ ഗുണന പട്ടികയിൽ 4 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വെട്ടു. ഇനി എന്ത് ചെയ്യണം? 4ന്റെ അടുത്ത ഗുണിതം പിടിക്കും. 1 4 4, 2 4 8 അല്ലെ? 2 4 ചേർന്നാൽ 8. ഇനി 8 നമ്മൾ നോക്കുന്നു. 3ന്റെ ഗുണന പട്ടികയിലുണ്ടോ? പിന്നെ അപ്പുറത്തെ ആളെ നോക്കണ്ട, ഇല്ല, വിട്ടു. ഇനി 4ന്റെ മൂന്നാമത്തെ ഗുണിതം 4 × 3 12. 12 3ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. എടാ, എല്ലാറ്റിന്റെയും ഗുണിതമായിട്ട് ആര് വരുന്നു? 4ന്റെ മൂന്നാമത്തെ ഗുണിതമായ 12 വരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം LCM ചെറുപൊതു ഗുണിതം എന്ന് പറയുന്നത് 12. ഓക്കെ, അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഛേദത്തിന് മാറ്റി അത് 12ലേക്ക് എത്തിച്ചു നമ്മൾ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത ആദ്യത്തെ കണക്കിൽ ചെയ്ത അതേ പരിപാടി, മുകളിൽ ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ മുകളിൽ കിടക്കുന്ന ആള് 5. ഞാൻ 5 എഴുതി. ഗുണിക്കണം. എന്തുകൊണ്ട് ഗുണിക്കണം? താഴെ കിടക്കുന്ന 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ 12 കിട്ടുക അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. താഴെ കിടക്കുന്ന സംഖ്യ ഇവിടെ 2. 2 12 ആകാൻ നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ ആണ്? പ്ലസ് അടുത്തത് 10 അല്ലെ? 10 ഗുണിക്കണം. താഴെ കിടക്കുന്ന 3 12 ആകാൻ 4 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ നമ്മൾ മുകളിലും 4 കൊണ്ട് ഗുണിക്കുന്നു, മുകളിൽ കിടക്കുന്ന ആളെയും 4 കൊണ്ട് ഗുണിക്കുന്നു. പ്ലസ് അടുത്ത ആള് 17. 17 ഗുണിക്കണം. എത്രയാ? താഴെ കിടക്കുന്ന ആള് 4 ആണ്. 4 12 ആകാൻ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 17നെയും 3 കൊണ്ട് ഗുണിക്കണം. ഇതുവരെ ക്ലിയർ ആയേ? നമ്മളിത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5 × 6 30 പ്ലസ് 10 × 4 40 പ്ലസ് 17 × 3 10 3കൾ ചേർന്നാൽ 30, 7 3കൾ ചേർന്നാൽ 21. 30ഉം 21ഉം ചേരുന്നതാണ് ഉത്തരം. അത് 51.
അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ 12. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാ? 30 40 കൂട്ടിയാൽ 70, 70 50 കൂട്ടിയാൽ 120, 120 കൂടെ ഒരു ഒന്നും കൂടി കൂട്ടിയാൽ 121 എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത്. അപ്പൊ 121 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് ഉത്തരം. അപ്പൊ 121/12 നമ്മളൊരു ഒറ്റ ഭിന്നത്തിലേക്ക് എത്തിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ 121/12 മുകളിൽ ഉണ്ടോ നോക്കണം, ഓപ്ഷനിൽ ഉണ്ടോ നോക്കണം. 121/12 ഇല്ല. ഇവിടെ ഓപ്ഷൻ 9 8 10 12 9 6 12 10 ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെ ഒറ്റ ഭിന്നത്തിലേക്ക് എഴുതിയിട്ട് കാര്യമില്ല. ഇവിടെ കിടക്കുന്ന ഓപ്ഷൻസ് മൊത്തം മിശ്ര ഭിന്നമായിട്ട് കിടക്കണം, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? 121 12 കൊണ്ട് ഹരിച്ചാൽ മതി. 121 12 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാടാ 10 12 ചേർന്നാൽ 120 അല്ലേ? 10 12 ചേർന്നാൽ 120. അപ്പൊ 121 120 പോയാൽ ബാക്കി എത്ര? ശിഷ്ടം 1. ഇനി നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാലോ. 121/12 എന്ന് പറയുന്നത് എത്രയാണ് ഉത്തരം കിട്ടിയത്? ഹരിച്ചപ്പോ ഉത്തരം കിട്ടിയത് 10. നമ്മൾ ആ 10 വലുതാക്കി എഴുതും. ഓക്കെ, എന്തുകൊണ്ടാ ഹരിച്ചത്? 12 കൊണ്ട്. ആ 12 നമ്മൾ താഴെ എഴുതും. എത്ര ശിഷ്ടം കിട്ടിയത്? 1. ആ 1 മേലെ എഴുതും. ക്ലിയർ? ഇപ്പം അത് മിശ്ര രൂപത്തിലായി. നമ്മൾ മിശ്ര രൂപത്തിലുള്ള ആളെ സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ പഠിച്ചു. ആ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നമ്മൾ ആദ്യം ഗുണിക്കുന്നു. 10 × 12 എത്രയാടാ? 120. ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ അംശമായി കിടക്കുന്ന 1 കൂട്ടിയേ 120 ഒന്നും കൂടി കൂട്ടിയാൽ എത്ര? 121 ബൈ ഇവിടെ ആരാണോ താഴെ കിടക്കുന്നത് അയാൾ അതേപോലെ പിടിച്ച് അവിടെ കിടുന്നു. ഇവിടെ താഴെ 12 അപ്പുറത്തും 12. ശരിയായില്ലേ? 121/12 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം 10 12 1. 10 12 1 എവിടെ കിടക്കുന്നത്? ഓപ്ഷൻ ബി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കണക്കുകൾ തന്നു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ തെറ്റിക്കാതെ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയ എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? അരയുടെ കൂടെ ഒരു 1/4 ചേർന്നു അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് ഒരു 1 കുറച്ചു. അങ്ങനെ കുറച്ചാൽ കിട്ടുന്നത് എന്ത്? 1/2 3/4 എന്ന് മെക്കാനിക്കലായിട്ട് യാന്ത്രികമായിട്ട് തലയിലേക്ക് എടുക്കുന്നവർക്ക് ഇത് പക്ഷേ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നാം. ഈ 1/2 എന്ന് പറയുന്നത് അരയാണെന്നും പകുതിയാണെന്നും അതേപോലെ 3/4 എന്ന് പറയുന്നത് 1/4 മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ 1/2 കൂടെ 3/4 ചേർന്നാൽ എത്രയാടാ? 1/2 3/4 ചേർന്നാൽ എത്ര കിട്ടും? ഒരു 1/4. നമ്മൾ സമയമൊക്കെ നോക്കില്ലേ? സമയമൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാ? 1/4 എന്ന് പറഞ്ഞാൽ അല്ലേ, ഇത്രയും ഭാഗം കവർ ചെയ്തിരിക്കും. 1/4 ഭാഗം കവറായിരിക്കും. എന്ന് പറഞ്ഞാലോ അല്ലേ, ഇത്രയും പകുതി ഭാഗങ്ങൾ കവറായിരിക്കും. ഇനി ഇത് രണ്ടും കൂടി ചേർന്നാൽ എത്രയെന്നുള്ളതാണ്. ഞാൻ ഇതിന്നൊരു പകുതി പീസ് എടുത്തു. ഈ അരയുടെ പകുതി എടുത്തു. അരയുടെ പകുതി കാൽ പീസ് എടുത്ത് ഇവിടെ വെച്ചാൽ എന്തായി? അത് 1 അല്ലേ? 1 1. ഇനി ബാക്കി ഒരു 1/4 ഭാഗം കൂടി ഉണ്ട്. ആ 1/4 ഭാഗത്തെയും കൂടി ഞാൻ ചേർത്ത് വെച്ചാൽ എത്രയായി? ആകെ 1/4. അപ്പൊ ഒരു 1/4 അരയും ചേർന്നാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അത് 1/4 അല്ലേ? അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് 1/4 കിട്ടി. ഇനി 1/4 നിന്ന് 1 കുറച്ചാൽ എത്രയാ? 1/4 നിന്ന് 1 കുറച്ചാൽ എത്രയാടാ? ബാക്കി 1/4 ഭാഗമേ ഉള്ളൂ. ഓപ്ഷൻ എവിടെ കിടക്കാൻ നോക്കാം അല്ലേ? 1/4. 1/4 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? 1/3 മൈനസ് 1/6 പ്ലസ് 1/9 ചെയ്താൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. 1/3 നിന്ന് 1/6 കുറച്ച് 1/9 കൂട്ടണം. 1/3 നിന്ന് 1/6 കുറച്ച് 1/9 കൂട്ടണം. നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് വെച്ച് ചെയ്യാം. എന്താ മെത്തേഡ്? എല്ലാവരുടെയും ഡിനോമിനേറ്റർ ഒരുപോലെയാക്കുക, അല്ലെങ്കിൽ 3 പേർക്കും സ്വീകാര്യനായ ഒരാളെ താഴെ പിടിച്ച് പ്രതിഷ്ഠിക്കുക. എൽസിയം കാണുക.
3ന്റെയും 6ന്റെയും 9ന്റെയും LCM കാണാനുള്ള എളുപ്പവഴി എന്താ? തന്നിരിക്കുന്ന സംഖ്യയിൽ വലിയ ആളെ നമ്മൾ പിടിക്കുന്നു. വലിയ ആൾ 9 ആണ്. ആ 9 തൊട്ടടുത്ത് കിടക്കുന്ന 6ന്റെ ഗുണന പട്ടികയിലുണ്ടോ? അല്ലെങ്കിൽ 6ന്റെ ഗുണിതമാണോ? ഇല്ല. 1 6 6, ഈ 6 12. അതിനിടയിലാണ് 9 വരിക. അത് 6ന്റെ ഗുണിതമല്ല. നമ്മൾ 9ന് വിട്ടു. ഇനി എന്ത് ചെയ്യണം? 9ന്റെ അടുത്ത ഗുണിതത്തെ പിടിക്കണം. 2 9 ചേർന്നാൽ എത്രയാ? 18. 18 6ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. 3 6കൾ ചേരുന്നതാണ് 18 അല്ലേ? അപ്പൊ 6ന്റെ ഗുണന പട്ടികയിലുണ്ട്. ഇനി 3ന്റെ ഗുണന പട്ടികയിലുണ്ടോ? 3ന്റെ ഗുണന പട്ടികയിലുണ്ട്. 6 3കൾ ചേരുന്നതാണ് 18. അപ്പോൾ 18 എന്ന് പറയുന്നത് 9ന്റെ ഗുണന പട്ടികയിലുണ്ട്, 6ന്റെ ഗുണന പട്ടികയിലുണ്ട്, 3ന്റെ ഗുണന പട്ടികയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം 18 ആണ് ഇവരുടെ LCM. ഓക്കെ, അപ്പൊ നമ്മൾ LCM കണ്ടു 18. ഇനി 3 6 9 ഇല്ല. ഓക്കെ, ഈ 3 പേരെ നമ്മൾ തൂക്കി എറിഞ്ഞു. പകരം ആരെ നമ്മൾ കൊണ്ടുവന്നു? 3 പേർക്കും സ്വീകാര്യനായ 18ന് നമ്മൾ അവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യണടാ? യെസ്, ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ അംശം നോക്കുന്നു. 1. ആ 1 എഴുതി. ആ 1നെ ഗുണിക്കണം. ആരെ കൊണ്ട്? താഴെ കിടക്കുന്ന 3 ആ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ 18 ആകുന്നത് അതേ സംഖ്യ കൊണ്ട് മേലെയും ഗുണിക്കണം. താഴെ കിടക്കുന്ന 3 6 കൊണ്ട് ഗുണിച്ചാലാണ് 18 ആകുന്നത്. അപ്പൊ മേലെ കിടക്കുന്ന 1നെയും നമ്മൾ 6 കൊണ്ട് ഗുണിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ ചിഹ്നം നോക്കണേ. നമ്മൾ നേരത്തെ ചെയ്ത കണക്കൊക്കെ പ്ലസ് ആയിരുന്നു. ഇവിടെ ഒരു മൈനസ് കയറി വന്നിട്ടുണ്ട്. അത് അതുപോലെ ഇടണം, അത്രേ ഉള്ളൂ. ആ മൈനസ് ഇട്ടു. രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ മുകളിൽ കിടക്കുന്ന ആള് 1. ആ 1നെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 6 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ 18 ആയത് അതേ സംഖ്യ കൊണ്ട് മുകളിലും ഗുണിക്കണം. താഴെ കിടക്കുന്ന 6 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 18 ആയത്. നമ്മൾ മേലെ 3 കൊണ്ട് ഗുണിക്കും. ഓക്കെ, പ്ലസ് ഇനി മൂന്നാമത്തെ ഭിന്നസംഖ്യയുടെ മുകളിൽ കിടക്കുന്ന ആൾ 1. താഴെ കിടക്കുന്ന 9 18 ആകാൻ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ മുകളിലും നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. ചെയ്യാം. 1 ഗുണിക്കണം 6 6, മൈനസ് 1 ഗുണിക്കണം 3 3, പ്ലസ് 1 ഗുണിക്കണം 2 2, ഓൾ ഡിവൈഡഡ് ബൈ 18. ഇപ്പൊ മേലെ ഒരു 6 ഉണ്ട്, ഒരു -3 ഉണ്ട്, ഒരു +2 ഉണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുത്തടാ. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും പ്ലസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കീശയിൽ കിടക്കുന്ന കാശായിട്ട് ചിന്തിക്കണം. മൈനസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാലോ നമ്മൾ കൊടുത്തു തീർക്കേണ്ട കടമായിട്ടും ചിന്തിക്കണം. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. ഇവിടെ +6 6 രൂപ കീശയില്. കട അവിടെ നിൽക്കട്ടെ. ആദ്യം കീശയിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, 3 രൂപ കട ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു +2 കൂടി ഉണ്ട്. അപ്പൊ 6 രൂപ കീശയിലുണ്ട്. ഒരു 2 രൂപയും കൂടി കീശയിലേക്ക് വന്നു. മൊത്തം ഇപ്പൊ കീശയിൽ എത്ര രൂപ? മൊത്തം കീശയിൽ 8 രൂപ ഇപ്പൊ കയ്യിലുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു -3 കിടക്കുന്നുണ്ട്. അതായത് ഒരു 3 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പൊ ഈ 8 രൂപയിൽ നിന്ന് ആ 3 രൂപ നമ്മൾ കൊടുക്കും. അപ്പൊ ബാക്കി എത്ര? ബാക്കി 5 രൂപ. 5/18 ആണ് കിട്ടിയത്. ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. 5/18. യെസ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മളങ്ങനെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ ആണ്. നമുക്കെന്നാ പെട്ടെന്ന് ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചാലോ? നോക്കാം അല്ലേ. 1/2 അര പ്ലസ് 1/3 1/1 മൈനസ് 1/4 ചെയ്യാം. ഓക്കെ, ആദ്യം കിടക്കുന്ന 2 പേരെ വേണമെങ്കിൽ ചേർത്ത് വെച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. താഴെ കിടക്കുന്നവരുടെ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്ററുടെ LCM കാണുന്നു. 2 3 4 നമ്മൾ നേരത്തെ LCM കണ്ടുപിടിച്ചു. എത്രയാടാ? 12. ഓക്കെ, അപ്പൊ മുകളിൽ 1 ആണ്. 1 12 ആകാൻ, സോറി, താഴെ 2 12 ആകാൻ 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1നെയും 6 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. മുകളിൽ കിടക്കുന്ന 1 ആണ്. 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അതേ സംഖ്യയാണ് ഉത്തരം. അപ്പൊ താഴെ കിടക്കുന്ന 3 12 ആകാൻ എത്ര? 4 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള 1നെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 4 മൈനസ് ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ 1 ഗുണം എന്ന സ്റ്റെപ്പ് എഴുതുന്നില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ താഴെ കിടക്കുന്ന 4 12 ആകാൻ 3 കൊണ്ടാണ് ഗുണിച്ചത്. മുകളിൽ കിടക്കുന്ന 1നെയും 3 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടുന്നത് 3. ഇനി ഞാൻ പറഞ്ഞ കൺസെപ്റ്റിൽ ഒന്ന് ആലോചിച്ചേ. എത്ര രൂപ കീശയിലുണ്ട്? ഇവിടെ ഒരു +6 6 രൂപ കീശയിൽ, വീണ്ടും ഒരു 4 രൂപ കീശയിൽ.
മൊത്തം എത്ര രൂപ ഇപ്പോൾ പോക്കറ്റിലുണ്ട്? മൊത്തം 10 രൂപ ഇപ്പോൾ പോക്കറ്റിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താടാ? 3 രൂപ മൈനസ് ആണ്. 3 രൂപ കീശയിൽ നിന്ന് പോവും. അപ്പോൾ ബാക്കി എന്ത്? ബാക്കി 7 രൂപയാണ് കയ്യിലുള്ളത്. 7/12 എന്നാണ് നമുക്ക് കിട്ടിയ ഓപ്ഷൻ. 7/12 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്മളങ്ങനെ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വായിക്കേണ്ടത്. 5 മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളെ ഞാനൊന്ന് വൃത്തിക്ക് എഴുതി തരാം. 1/4 പ്ലസ് 2.5 പ്ലസ് 2.25. ഓക്കെ, ഇത് വേണമെങ്കിൽ LCM ഒക്കെ എടുത്ത് കണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അരയും കാലും മുക്കാലും ഒക്കെ മനസ്സിലൊരു കൺസെപ്ച്വലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. എന്താ പറയുന്നത്? 5 മൈനസ് ബ്രാക്കറ്റിനകത്തുള്ളവരെ മാത്രം ഒന്ന് നോക്കിക്കടാ. ഒരു 1/4 ഭാഗം പ്ലസ് ഒരു 2.5 പ്ലസ് ഒരു 2.25 ഇത്രയും ചേർന്നാൽ എത്ര എന്നാണ് ചോദ്യം. ഇനി ഒന്ന് നോക്കിക്കേ, 2.25 അതിൻ്റെ കൂടെ ഒരു 1/4 ഭാഗം കൂടി ചേർന്നാൽ എത്ര? 2.25 ഭാഗമുണ്ട്. അതായത് 2 മുഴുവനായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 2 മുഴുവനായും പുറത്തേക്ക് എടുക്കാം. മൂന്നാമതൊരെണ്ണത്തിനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചതിൽ ഒരു ഭാഗം, അതാണല്ലോ 4/1. ഇതാണ് 2.25 അല്ലേ? 2.25 ഇതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ഭാഗം കൂടി ചേർക്കുന്നു അല്ലേ? ഈ 1/4 ഭാഗം കൂടി ചേർത്താൽ ഇതും കൂടി ചേരും. അപ്പം എന്താകും? 2.25ൻ്റെ കൂടെ ഒരു 1/4 കൂടി ചേർന്നപ്പോൾ അത് 2.5 ആയി. ഇനി ഈ 2.5യുടെ കൂടെ വീണ്ടും ഒരു 2.5 കൂടി ചേർന്നപ്പോൾ എത്ര? 2.5യും 2.5യും ചേർന്നാൽ 2 രൂപ 50 പൈസ, 2 രൂപ 50 പൈസ ചേർന്നാൽ എത്ര? 5 രൂപ. ഇപ്പോൾ ബ്രാക്കറ്റിനകത്ത് മൊത്തത്തിൽ എന്തായി? 5 ആയി. ബ്രാക്കറ്റിന് പുറത്തൊരു 5 ഉണ്ട്. 5 മൈനസ് 5 എത്രയാ? 5 മൈനസ് 5 എത്രയാ? 0. ഓക്കെ, ഓപ്ഷനിൽ എവിടെ കിടക്കുന്നത്? 0. ഓപ്ഷൻ സിയിലാണ് കിടക്കുന്നത്. 0 ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നൊരു ചോദ്യമാണ്. എന്താ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നോക്കൂ, 1/1 ഗുണം 2 പ്ലസ് 1/2 ഗുണം 3 പ്ലസ് 1/3 ഗുണം 4 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത? സെയിം പാറ്റേൺ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഇവിടെ എല്ലാറ്റിൻ്റെയും അംശം ഒന്നാണ്. ഈ പാറ്റേൺ ആദ്യം തിരിച്ചറിയണം. എല്ലാറ്റിൻ്റെയും അംശം ഒന്നാണ്. താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഛേദത്തിൻ്റെ പ്രത്യേകത എന്താ? എടാ, അടുത്തടുത്ത് കിടക്കുന്ന 2 സംഖ്യകളുടെ ഗുണനഫലം തന്നിരിക്കുന്നത് അല്ലേ? 1 × 2, 2ൽ അവസാനിച്ച് ഇവിടെ വീണ്ടും 2ൽ തുടങ്ങി. 2 ഗുണം 3, 3ൽ അവസാനിച്ചു, വീണ്ടും 3ൽ തുടങ്ങി. 3 ഗുണം 4, ഇങ്ങനെ പോകുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമ്മളാകെ ചെയ്യുന്നത്, ഇത് മറക്കരുത്, 1/സ്മോൾ മൈനസ് 1/ലാർജ്. എന്താ ഈ സ്മോള്, എന്താ ഈ ലാർജ്? ഓക്കെ, എന്താണ് ഈ സ്മോൾ, എന്താണ് ഈ ലാർജ് എന്നുള്ളത് നോക്കിക്കോ. മുകളിൽ കിടക്കുന്ന ആളുകളൊക്കെ ഒന്നാണ്. നമ്മളിപ്പോൾ തൽക്കാലം അവരെ മറക്കുന്നു. ഇനി താഴെ കിടക്കുന്ന ആളുകൾ 1, 2, 2, 3, 3, 4 അങ്ങനെ പോകുന്നു. അതിലാരാടാ ചെറുത്? അതിലേറ്റവും ചെറുത് 1 അല്ലേ? അപ്പം നമ്മൾ 1/സ്മോൾ എന്ന് പറഞ്ഞാൽ അത് 1/1 സ്മോൾ 1 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചേ. മൈനസ് 1/ലാർജ്. ഏതാ ഇതിൽ ലാർജ്? വലിയ സംഖ്യ ഏതാ? 1, 2, 2, 3, 3, 4 അതിലേറ്റവും വലുത് 4. ഓക്കെ, 1/1 എന്ന് പറഞ്ഞാൽ മുകളിലും 1 താഴെയും 1, മേലെയും താഴെയും ഒരേ സംഖ്യ വന്നാൽ അതൊന്നായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈനസ് 1/4. ഇനി ആ കൺസെപ്ച്വൽ മെത്തേഡ്, കൺസെപ്ഷണലായിട്ട് ഇനി ആശയം വെച്ചെന്ന് ചിന്തിച്ച്, 1ൽ നിന്ന് 1/4 ഭാഗം പോയാൽ ബാക്കി എത്ര? 1ൽ നിന്ന് 1/4 ഭാഗം പോയാൽ ബാക്കി അവിടെ അവശേഷിക്കുന്നത് 3/4 ഭാഗമാണ്. 3/4 ഭാഗം. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഈ 1/2, 1/4, 3/4 ഒക്കെ കാണുമ്പോൾ ടെൻഷൻ ആവരുത്. നമുക്കുള്ള ബോണസാണ്, ലോട്ടറിയാണ്. അയാളെ പിടിച്ചേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം നേരത്തെ ചെയ്ത അതേ പാറ്റേണിലുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചാലോ? 1/1 ഗുണം 2 പ്ലസ് 1/2 ഗുണം 3 പ്ലസ്
1/3 × 4 പ്ലസ് 1/4 × 5. എന്താ നമ്മൾ പഠിച്ചേ? ഇങ്ങനെയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ 1/small മൈനസ് 1/large മറക്കാതെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റിക്കോ. അപ്പൊ ഏതാണ് ഏറ്റവും ചെറുത്? തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് 1. അപ്പൊ 1/1 മൈനസ് 1/ ഏതാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് 5. ഓക്കെ, ഇത് നമുക്ക് ക്രോസ് തന്നെ ചെയ്യാം. 1 × 5 5 മൈനസ് നടുവിലെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. ഇനി 1 × 1 1 ബൈ 1 × 5 5. 5 മൈനസ് 1 4 ബൈ താഴെ കിടക്കുന്നത് 5. 4/5 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, നമ്മുടെ 10ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു അങ്ങനെ പോയി അവസാനം 1 മൈനസ് 1/20. ഇങ്ങനെയാണ് ചോദ്യം തന്നിരിക്കുന്നതെങ്കിൽ ലോട്ടറി. എന്താണ് ലോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂടാ. എല്ലാറ്റിലും 1 മൈനസ് 1 മൈനസ് 1 മൈനസ് ആണ്. അപ്പം നമ്മൾ അയാളെ അങ്ങോട്ട് മറക്കും. ബാക്കി ആരാ ഇവിടെ? 1/2 1/3 1/4 1/5 1/6 അങ്ങനെ 1/20 വരെ ബാക്കി ഉണ്ടാകും എന്ന് തൽക്കാലം കണക്ക് കൂട്ടിക്കോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഭിന്നരൂപം ഇവിടെ 1/2 അല്ലെ? അതിന്റെ അംശം എത്രയാവോ അത് ഉത്തരത്തിന്റെ അംശമായിട്ട് എഴുതും. ആദ്യത്തെ ഭിന്നത്തിന്റെ അംശം അത് 1 ആണ്. നമ്മളപ്പോ ഇവിടെ 1 എഴുതുന്നു. ഇനി അവസാനം കിടക്കുന്ന ഭിന്നരൂപത്തിന്റെ ഛേദം എത്രയോ അത് ഉത്തരത്തിന്റെ ഛേദമായിട്ട് എഴുതും. ഇവിടുത്തെ ഡിനോമിനേറ്റർ താഴെ കിടക്കുന്ന ആള് അത് ഇവിടെയും താഴെ കിടക്കും. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? 1/20 ഓപ്ഷൻ ബി. ഓക്കെ, ഇതിന്റെ ലോജിക്കൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചു തരാം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 7യുടെ 5/4 മടങ്ങ് എത്ര? എന്താ മടങ്ങെന്ന് പറഞ്ഞാൽ? മടങ്ങെന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ക്ലാസ്സൊക്കെ കേട്ടവർക്കറിയാം. മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഗുണനമാണ്. 7യുടെ 5/4 മടങ്ങെന്ന് പറഞ്ഞാൽ നമ്മളത് ഗണിത ഭാഷയിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്: 7 ഗുണനം 5/4. അപ്പൊ 7 ഗുണനം 5/4 എളുപ്പത്തിൽ ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ മിശ്ര ഭിന്നത്തിനെ സാധാരണ ഒരു ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ? ആദ്യം നമ്മൾ ഗുണിക്കുന്നു, പിന്നെ കൂട്ടുന്നു. 7 × 2 14, മേലിരിക്കുന്ന 1 കൂട്ടിയാൽ 15. അങ്ങനെ 15/2 എന്ന് ഇതിനെ എഴുതാം. ഇൻറ്റു ഇനി രണ്ടാമത്തെ ആളെ മാറ്റിയാൽ 5 × 4 20 20 + 1 21 21/4 എന്ന് എഴുതാം. ഓക്കെ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ 15/2 ഗുണം 21/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 315/8 ആണ്. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് ഗുണിക്കുക? മുകളിൽ കിടക്കുന്ന അംശങ്ങളെ തമ്മിൽ ഗുണിക്കുന്നു, താഴെ കിടക്കുന്ന ഛേദങ്ങളെയും തമ്മിൽ ഗുണിക്കുക. ഇത്തരത്തിലിത്. ഓക്കെ, റെഡി? അങ്ങനെ 15ഉം 21ഉം ഗുണിച്ചു, അത് ഉത്തരത്തിന്റെ അംശമായിട്ട് എഴുതി, അത് 315. താഴെ കിടക്കുന്ന 2ഉം 4ഉം ഛേദത്തിൽ കിടക്കുന്ന 2നെയും 4നെയും ഗുണിച്ചു, ഉത്തരത്തിന്റെ ഛേദമായിട്ട് എഴുതി, അത് 8. ഓക്കെ, അങ്ങനെ 315/8 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 39.375 ആണ്. 39.375 ഓപ്ഷൻ 39.375 ഓപ്ഷൻ സിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, 12ാമത്തെ ചോദ്യം സെയിം ടൈപ്പ്. 2/4 3.5 മടങ്ങ്. നമ്മൾ എന്ത് ചെയ്യണം? 2/4 എഴുതുന്നു. മടങ്ങെന്ന് കണ്ടാൽ അവിടെ ഗുണനചിഹ്നം ഇടണം. എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്ന സംഖ്യ എത്രയാ അത് എഴുതുക. 3.5. 2/4 3.5 മിശ്ര ഭിന്നത്തിലേക്ക് കിടക്കുന്നേ നമ്മൾ എന്താക്കണം? ഒരു സാധാരണ ഭിന്നരൂപത്തിലേക്ക് മാറ്റണം അല്ലെ? 2/4 മാറ്റിയാൽ 2 × 4 8, മുകളിലിരിക്കുന്ന 1 കൂട്ടിയാൽ 9. അങ്ങനെ 9/4 എന്ന് എഴുതാം. ഗുണനം. അടുത്ത ആളെ മാറ്റിയാലോ? 3 × 2 6, മുകളിലിരിക്കുന്ന 1 കൂട്ടിയാൽ 7 7/2 എന്ന് എഴുതാം. 9/4 ഗുണനം 7/2 എന്ന് എഴുതി. രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ ഇവിടെ ഗുണിക്കണം. നമ്മൾ എന്ത് ചെയ്യും? അംശങ്ങളെ തമ്മിൽ ഗുണിക്കുന്നു, ഉത്തരത്തിൽ എഴുതുന്നു. 9 × 7 ഉത്തരം 63 ആണ്. ബൈ 4 × 2 ചെയ്താൽ കിട്ടുന്നത് 8 ആണ്. ഓക്കെ, അപ്പൊ 63/8 ഇവിടെ ഇരിക്കുന്നതൊക്കെ മിശ്ര ഭിന്നമായിട്ടിരിക്കുന്നത്. 8 1/7, 7 7/8, 6 1/8, 6 1/6.
അപ്പൊ ഇതിലേതാണ് ശരി ഉത്തരം എന്നെങ്ങനെ കണ്ടുപിടിക്കും? എടാ 63/8 വരെ നമ്മുടെ കയ്യിലുണ്ട്. ചുമ്മാ ഒന്ന് ഹരിച്ച് നോക്കിയാൽ മതി. 63 ഹരണം 8. 63 എത്ര 8 പോകും? 7 8 പോകുള്ളൂ അല്ലേ? 7 8 56. 8 8 ആണെങ്കിൽ 64 ആയേനെ. 7 8 56. 63 നിന്ന് 56 പോയാൽ ശിഷ്ടം കിട്ടുന്നത് 7. ഇനി ഇതിന് മിശ്ര രൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക? കിട്ടിയ ഉത്തരം നമ്മൾ വലുതാക്കി എഴുതണം. കിട്ടിയ ഉത്തരം നമ്മൾ വലുതാക്കി എഴുതി 7. എത്രയാണോ ശിഷ്ടം കിട്ടിയത് താഴെ കിടക്കുന്നവൻ മേലെ, താഴെ കിടക്കുന്നവൻ മേലേക്ക് തട്ടിക്കോ. താഴെ കിടക്കുന്നത് 7 അയാൾ മേലെ കയറി. എന്തുകൊണ്ടാണോ ഹരിച്ചത് അത് താഴെ. 8 കൊണ്ടാണ് ഹരിച്ചത്, അങ്ങേര് താഴെ. നമ്മുടെ ഉത്തരം 7 7/8. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഇത്രയും സെറ്റായിടാ. അടുത്ത ചോദ്യം, 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാനാണ് തന്നിരിക്കുന്നത്. 3/13 ഹരിക്കണം 4/26. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3/13 ഹരണം 4/26 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ നമ്മൾ ഇതിൽ ആദ്യത്തെ ഭിന്നസംഖ്യയെ അതുപോലെ എഴുതും. 3/13 എന്ന കിടക്കുന്നത് നമ്മൾ അതേപോലെ 3/13 എന്ന് എഴുതും. ഇനി ഹരിക്കുന്നതിന് പകരം നമ്മൾ ഗുണിക്കും അല്ലെ? ഇവിടെ ഹരണം മാറി ഗുണനചിഹ്നമായി, നേരെ ഓപ്പോസിറ്റായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഭിന്നസംഖ്യയെ അതിൻ്റെ വിൽക്രമമായിട്ട് എടുക്കണം. അതായത് താഴെ കിടക്കുന്ന ഛേദം മുകളിലേക്ക് വരണം, മുകളിൽ കിടക്കുന്ന അംശം താഴേക്ക് വരണം. ഓക്കെ, ഇവിടെ ആരാ താഴെ കിടക്കുന്നത്? 26. അങ്ങനെ നേരെ മേലെ പോട്ടെ. ഓക്കെ, ഇനി ഇവിടെ ആരാ മേലെ കിടക്കുന്നേ? അത് 4. അയാൾ നേരെ താഴേക്ക് വരട്ടെ. അപ്പൊ 26/4. ഇനി വെട്ടിച്ചെറുതാക്കാനുണ്ടെങ്കിൽ വെട്ടിച്ചെറുതാക്കുക. നോക്കിക്കേടാ, ഈ 13ഉം 26ഉം വെട്ടിക്കളയാലോ. 13ന്റെ ഇരട്ടിയല്ലേ 26? അതായത് 2 13 ചേരുന്നതാണ് 26. ഓക്കെ, ഈ 2ഉം 4ഉം വെട്ടിക്കളയാലോ. 2ഉം 4ഉം വെട്ടിയാൽ 2 2കൾ ചേരുന്നതാണ് 4. ഇപ്പൊ ആരേ ബാക്കിയുള്ളൂ? മുകളിൽ ഒരു 3ഉം താഴെ ഒരു 2. 3/2. 3/2 ഓപ്ഷനിലുണ്ടോ? 3/2 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.